ഹായ് ഹലോ. ഇന്ന് ഒരു ബട്ടർ ചിക്കനാണ്. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണുള്ളത് കേട്ടോ. 1 കിലോ കോഴിയാണുള്ളത്. അപ്പോൾ നമുക്കിത് പിന്നെ ഇത് എല്ലോട് കൂടിയിട്ടുള്ളതാണ്. ബോൺലെസ്സും ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടുന്നത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അത് ഉപ്പിട്ടു. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഗാർലിക് പേസ്റ്റാണ്. ഗാർലിക്, ഇഞ്ചി 1 സ്പൂണ്. കുറച്ച് തൈര് ഒഴിക്കാം. തൈര് അല്ല, പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമില്ല. ലെമൺ ജ്യൂസും ഒഴിക്കാം, തൈര് ഇടാം. നല്ല ഇതൊന്ന് കുഴച്ച് നോക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാമല്ലോ. എല്ലാം മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്ക് വേണ്ടത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കാം. ഇത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ. ഈ ഗണ്ടോ ഗ്യാപ്പൻ്റൊക്കെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് മസാലയും നമ്മുടെ തൈരും മുളക് പൊടി ഉപ്പും എല്ലാം ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഇത് വറക്കാൻ നോക്കാം. ഇതിപ്പോൾ എല്ലിനോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ബോൺലെസ്സുമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലിനോട് കൂടിയിട്ടാണ്. പിന്നെയാന്ന് ഞങ്ങൾ 2 കിലോ ചിക്കൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ മിനിയാന്ന് കറി വെച്ചു. അതിൻ്റെ ബാക്കി ആണിത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ 1 കിലോ അങ്ങാണ്ടേ ഉള്ളൂ. അത് വറുത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ട്. എല്ലാം റെഡി ഇതായിട്ടുണ്ട്. ഹാഫ് ബോയിലായി. നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റാനായിട്ട് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു 2 ജാവിത്രിയുടെ ഇട്ടിട്ടുണ്ട്. ഏലക്കായ, ഇതിൽ ഒരു 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ലേശം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇടന്ന് വേണമെങ്കിലും ഇട്ടാൽ മതി. മൂന്ന് മീഡിയം സൈസ് ഉള്ളിയാണ് ഇട്ടിട്ട് ഈ കാന്താരിയായ ब्राउन कलर हो गया. ഇനി ഇതിൽ നമുക്ക് ടൊമാറ്റോ നാലിടും. ഉള്ളി വഴറ്റി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് 3 തക്കാളിയാണ്. ഇപ്പോൾ നമ്മൾ മല്ലി ബസ്മതിയാണ്. അതിൻ്റെ ഈ തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് നല്ല ടേസ്റ്റ് ആണെന്ന്.
ഇതിലായിട്ട് एല്ലാം വഴറ്റി കഴിഞ്ഞു अभी रेडी हो गया अभी पक गया थोड़ा मस्त पोटा डालेगा काटने के लिए मैंने इसमें डाला था बड़ा चिकन मिक्स करके रखा था तो भी इसमें भी थोड़ा डाल के थोड़ा हल्दी पाउडर डाला വേണമെങ്കിൽ കുറച്ച് പാനി ഒഴിക്കാം തോടെ പാനി डाल सकते കുറച്ച് വെള്ളം ഒഴിക്കാൻ കൊടുക്കും കേട്ടോ കുറച്ച് വെച്ചാൽ ഗ്ലാസ് തണുക്കാൻ വേണ്ടിയേക്കാം തണുത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെല്ലാം അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അരപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കൊണ്ടുവന്നത് ഇതിൽ കുറച്ചൊക്കെ ബട്ടർ ഇട്ട് കൊടുക്കാം അരച്ച അരപ്പ് ഇട്ടിട്ട് കൊടുക്കാം अभी इसमें कुछ डालने की ज़रूरत नहीं मिर्ची है तिक्का है सब कुछ है अभी इसमें अभी फिर से कुछ मसाला डालने की ज़रूरत नहीं हाँ कुछ उप्पु इट्टु കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവാണ് തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർത്തിടാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ നമുക്കവിടുന്ന് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം അല്ലിയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട നമ്മുടെ ചിക്കൻ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഇപ്പോഴും നല്ല ഉറച്ച് നമ്മുടെ बटर चिकन रेडी है इसे कुछ डाला अभी थोड़ा सा फ्रेश क्रीम डालेगा കുറച്ച് ഫ്രഷ് ഒഴിക്കുക കേട്ടോ നല്ല ഡിസൈനാണല്ലേ ഓക്കെ ഇത്രയും മതി നമ്മൾ ഒരുപാട് കാജുമൊക്കെ അരച്ചതല്ലേ അണ്ടിപ്പരിപ്പ് ഒരുപാട് അരച്ചതാണ് അപ്പോൾ ഇത്രയും മതി ക്രീം ഇത്ര മതി അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ അഭിപ്രായം പറയണം അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ അപ്പോൾ അഭിപ്രായം പറയണം താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ആ